അരബിന്ദോ ഘോഷ്, ദ പ്രൊഫൗണ്ടർ ഓഫ് ഇന്റഗ്രൽ യോഗ. ഇന്റഗ്രൽ യോഗയിൽ അസാമാന്യ ഉൾക്കാഴ്ചയുള്ളയാൾ. ദ പ്രോഫറ്റ് ഓഫ് ലൈഫ് ഡിവൈൻ, ദൈവിക ജീവിതത്തിന്റെ പ്രവാചകൻ. ദ ഫിയറി ഇവാഞ്ചലിസ്റ്റ് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ജ്വലിക്കുന്ന തേജസ്വിയായ സുവിശേഷകൻ. ദ ഇന്റർപ്രറ്റർ ഓഫ് ദ വേദ, വേദങ്ങളുടെ വ്യാഖ്യാതാവ്. ദ ക്രിട്ടീക്ക് ഓഫ് ലൈഫ് ആൻഡ് ലിറ്ററേച്ചർ, ജീവിതത്തിന്റെയും സാഹിത്യത്തിന്റെയും നിരൂപകൻ. പോയറ്റ് ഓഫ് ഗ്രേറ്റ് പവർ ആൻഡ് വേഴ്സാറ്റിലിറ്റി, അസാമാന്യ ശക്തിയും ബഹുമുഖ പ്രതിഭയുമായ കവി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളി, പ്രമുഖ ഇന്ത്യൻ ഇംഗ്ലീഷ് കവി, തത്വജ്ഞാനി, സാമൂഹിക പരിഷ്കർത്താവ്, ചെറുകഥാകൃത്ത്, നാടക രചയിതാവ്, യോഗി, മഹാകവി എന്നിങ്ങനെ ഒട്ടനവധി നിലകളിൽ തൻ്റേതായ വീക്ഷണകോണുകളിലൂടെ സഞ്ചരിച്ച ബഹുമുഖ പ്രതിഭയാണ് അരബിന്ദോ. 1905 മുതൽ 1910 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നയിച്ചത് ശ്രീ അരബിന്ദോ ഘോഷ് ആയിരുന്നു. 1872 ഓഗസ്റ്റ് 15 വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ച അരബിന്ദോ ഘോഷിൻ്റെ ജീവിതം 4 വ്യത്യസ്തമായ താമസ സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി 4ആയി ഭാഗിക്കാറുണ്ട്. ഇംഗ്ലണ്ട്, ബറോഡ, കൊൽക്കത്ത, അവസാനമായി പോണ്ടിച്ചേരി. അരബിന്ദോയുടെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും കൃതികളും ഈ കവിതയുടെ വിശകലനത്തിന് ശേഷം നമുക്ക് നോക്കാം. ലൈഫ് ആൻഡ് ഡെത്ത്, ജീവിതവും മരണവും. അനാലിസിസ്, വിശകലനം ആരംഭിക്കാം. ലൈഫ് ആൻഡ് ഡെത്ത്, ജീവിതവും മരണവും എന്ന ഈ കവിതയിൽ ഒരു ക്വാർട്ടൈനും ഒരു കപ്ലറ്റുമാണുള്ളത്. കവിതയുടെ 4 വരികളുള്ള ഒരു സ്റ്റാൻസയെയാണ് ക്വാർട്ടൈൻ എന്ന് പറയുന്നത്. ഒരേ റൈം സ്കീമുള്ള തുടർച്ചയായ 2 വരികളെയാണ് കപ്ലറ്റ് എന്ന് പറയുന്നത്. 4ഉം 2ഉം 6 വരികളുള്ള ഒരു കവിതയാണ് ലൈഫ് ആൻഡ് ഡെത്ത് എന്നത്. എന്നാൽ ക്വാർട്ടൈനും കപ്ലറ്റും വേർതിരിച്ച രീതിയിലല്ല, മറിച്ച് തുടർച്ചയായി തന്നെയാണ് ഈ കവിതയിൽ കാണുന്നത്. ഈ കവിതയുടെ റൈം സ്കീം എന്നത് ABABCC എന്നതാണ്. ആദ്യ വരിയിൽ നാം ഒരു കയാസ്റ്റിക് സ്ട്രക്ചർ കാണുന്നുണ്ട്. 2 ആശയങ്ങൾ, ഉദാഹരണത്തിന് നന്മ തിന്മ എന്നിരിക്കട്ടെ. ആദ്യം നന്മ തിന്മ എന്നും പിന്നീട് ഇതിൻ്റെ ഓർഡർ മാറ്റി തിന്മ നന്മ എന്നും പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പാറ്റേണിനെയാണ് കയാസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കയാസ്റ്റിക് സ്ട്രക്ചർ പരസ്പരം ബാലൻസ്ഡ് ആയി പോകുന്നതാണെങ്കിലും ഈ ആശയങ്ങൾ വിപരീതാശയങ്ങളാണെന്ന് ഉള്ള ഒരു ബോധ്യമാണ് പൊതുവെ വായനക്കാരിൽ ഉളവാക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന ആശയമാണ്. ആദ്യ വരിയിൽ തന്നെ ലൈഫ് ഡെത്ത്, ഡെത്ത് ലൈഫ് എന്ന് നാം കാണുന്നുണ്ട്. പരസ്പര വിരുദ്ധമായ 2 ആശയങ്ങൾ എന്ന നിലയിലാണ് ആരംഭത്തിൽ ഇവ രണ്ടും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യുഗങ്ങളായി മനുഷ്യകുലത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വിപരീത തത്വങ്ങളാണെന്ന് ആഴത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന 2 ആശയങ്ങളാണ് ജീവിതവും മരണവും. യുഗങ്ങൾ എന്ന് പറഞ്ഞതിൽ നിന്നും കാലഗണന കണക്കാക്കിയാൽ മനുഷ്യകുലത്തിൻ്റെ ഉൽപ്പത്തി മുതൽ, അതായത് ആദ്യ മനുഷ്യൻ മുതൽ തന്നെ ഈ വൈപരീത്യം കാണുന്നുണ്ട്. യുഗായുഗങ്ങളായി ബോധമണ്ഡലത്തിൽ എഴുതപ്പെട്ട ഈ ആശയം യാഥാർത്ഥ്യമല്ല, വെറും മിഥ്യാധാരണ മാത്രമാണെന്നാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് സീംഡ്, അതായത് കാണപ്പെടുന്നു എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മരണവും ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. മാത്രമല്ല, മരണമെന്നത് ജീവിതത്തിൻ്റെ അന്ത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതുമല്ല, ജീവിതത്തിൻ്റെ അസാന്നിധ്യവുമല്ല, മറിച്ച് മനുഷ്യാസ്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ ഭയചകിതനായി മാത്രം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന മരണം എന്നത് സ്വാഭാവികമായ വസ്തുത മാത്രമാണെന്ന് കോടിക്കണക്കിന് മനുഷ്യർ അനുഭവവേദ്യമാക്കിയതാണ്. ആയതുകൊണ്ട് ആരും തന്നെ മരണത്തെ പേടിയോടുകൂടി കാണേണ്ട കാര്യമില്ല എന്നാണ് കവി ശക്തിയുക്തം ഈ കവിതയിലൂടെ വിളിച്ചോതുന്നത്. ആദ്യത്തെ ഡെത്തിന് ശേഷം 2 പങ്ക്ച്വേഷൻസ് കാണുന്നുണ്ട്, ഒരു കോമയും ഒരു ഡാഷും. ഇതിലൂടെ കവി പ്രകടിപ്പിക്കുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, അതായത് ബോധധാരാ സമ്പ്രദായം എന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന കവിതയെ ഒരു ചിന്താശകലമാക്കി മാറ്റുകയാണ് ശ്രീ അരബിന്ദോ ഘോഷ്. പരമ്പരാഗതമായി മനുഷ്യന് മരണത്തോട് ഭയം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ
അന്ത്യമെന്ന നിലയിലാണ് മരണം മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഫേംലി, അതായത് അചഞ്ചലമായ എന്ന പദപ്രയോഗം. മരണത്തെ ഭീതിയോടെയും സംശയത്താലും മാത്രം നോക്കിക്കാണുന്ന അവസ്ഥയ്ക്ക് കാരണം ജീവിതവും മരണവും എന്ന രണ്ട് സംജ്ഞകൾ പരസ്പരം വിപരീതമാണെന്ന ഗാഢമായ ചിന്ത മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ഭരിക്കുന്നു എന്നതാണ്. ജീവിതത്തെ ആഴമായി സ്നേഹിക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ അന്ത്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന മരണത്തെ വെറുക്കാതെ അല്ലെങ്കിൽ ഭയക്കാതെ വേറെ നിർവാഹമില്ല. നശ്വരമായ ഈ ജീവിതത്തോട് മാനവരാശി പറ്റി നിൽക്കുന്ന കാരണത്താൽ ജീവിതാന്ത്യമെന്ന് യുഗങ്ങളായി അനുമാനിച്ചു പോരുന്ന മരണത്തെ ബീഭത്സമായി കാണുന്നു. ലോങ് ഹിഡൻ പേജസ് ഓപ്പൺഡ് എന്ന ആശയത്താൽ മനുഷ്യ മനസ്സുകൾക്ക് വെളിപ്പെടാതിരുന്നതും മറഞ്ഞിരുന്നതുമായ സത്യങ്ങൾ ഇപ്പോൾ തെളിവായി വന്നു എന്നും വിപരീത ആശയങ്ങളെന്ന് മനസ്സിലാക്കിയിരുന്ന ജീവിതവും മരണവും എന്നത് ഒരേ പ്രക്രിയയുടെ വിവിധ ഭാഗങ്ങളാണെന്നുമാണ് കവി പറയുന്നത്. ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ ഓരോ വ്യക്തികളും തയ്യാറാവണം എന്നതാണ് കവിക്ക് തൻ്റെ വായനക്കാരോട് ആഹ്വാനം ചെയ്യാനുള്ളത്. സ്വപ്നത്തിൽ പോലും ഒരിക്കലും ചിന്തിക്കാത്ത ആശയമാണ് മറഞ്ഞിരിക്കുന്ന പേജുകൾ തുറക്കപ്പെട്ടപ്പോൾ വെളിപ്പെട്ടത് എന്നും ഈ അറിവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുതകുന്ന സത്യങ്ങളാണെന്നുമാണ് അടുത്ത വരിയിലൂടെ കവി പറയുന്നത്. മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ജീവിതത്തെയും മരണത്തെയും കുറിച്ച് വിപരീത ജോഡികളെന്ന തെറ്റിദ്ധാരണ നാം ഓരോരുത്തരും മാറ്റിയേ തീരൂ. ജീവിതം മാത്രമേ ഉള്ളൂ. മരണമെന്നത് ജീവിതത്തിൻ്റെ പ്രച്ഛന്ന വേഷം മാത്രമാണ്. ജീവിതത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ് മരണമെന്നത്. മരണമെന്ന വസ്തുത നിലനിൽക്കുന്നില്ല. സകലവും ജീവിതം തന്നെയാണ്. മരണമെന്നത് ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ വേഷപ്രച്ഛന്നത മാത്രമാണ്. ജീവിതം മുഖംമൂടി ധരിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് മരണമെന്ന് പറയുന്നത് എന്നാണ് ഈ വരിയിൽ ശ്രീ അരബിന്ദോ വ്യക്തമാക്കുന്നത്. ഈ വെളിപ്പെടുത്തപ്പെട്ട സത്യം നമ്മുടെ മനോഭാവത്തെയും അഭിപ്രായത്തെയും ആകമാനം മാറ്റിമറിക്കുന്നതാണ്. മരണമില്ലെങ്കിൽ നാം എല്ലാവരും അനശ്വരരാണ്, അതായത് മരണമില്ലാത്തവരാണ് എന്നർത്ഥം. തീർച്ചയായും നമുക്ക് അപ്പോൾ ഒരു സംശയം വരും. പലരും മരിക്കുന്നതായി കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്? ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മരണമെന്നത് മറ്റൊരു ജീവിത അവസ്ഥയാണ്. സാവിത്രി എന്ന അരവിന്ദോയുടെ ഇതിഹാസ കാവ്യത്തിൽ മരണത്തിൻ്റെ യഥാർത്ഥ മുഖത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് ജീവിതവും ആനന്ദവുമായാണ് കവി വരച്ചു കാട്ടുന്നത്. 6 വരികൾ മാത്രമുള്ള ഈ ചെറു കവിതയെ ഹൃദ്യമാക്കുന്ന വരി എന്നത് അവസാന വരിയാണ്. ഇതുവരെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മരണത്തെ കണ്ടപ്പോൾ തികച്ചും വ്യത്യസ്തമായാണ് അവസാന വരി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലൈഫ് എ ഷോർട്ട് ഡെത്ത് അൺടിൽ ബൈ ലൈഫ് വി ആർ സർപ്രൈസ്ഡ് എന്ന ഈ അവസാന വരിയിൽ മരണത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ജീവിതത്തെ കാണുകയാണ്. ജീവിതം എന്നത് ഒരു ചെറു മരണമാണ്. പരമമായ യാഥാർത്ഥ്യം എന്നത് ജീവിതമാണെന്ന് മനസ്സിലാക്കിയ നാം ഓരോരുത്തരും ഈ വരിയിലെത്തുമ്പോൾ കാണുന്നത് ജീവിതം എന്നത് ഒരു ചെറു മരണമാണ് എന്നാണ്. ജീവിതത്തിൻ്റെ അടുത്ത രൂപം കണ്ട് ആശ്ചര്യപ്പെടുന്നത് വരെ മരണത്തിൻ്റെ ഒരു ചെറു രൂപം മാത്രമാണ് ജീവിതം എന്നാണ് ഈ വരിയിൽ കവി വിവക്ഷിക്കുന്നത്. മരണാനന്തര ജീവിതം എന്നത് ഭൂമിയിലുള്ള ജീവിതത്തെക്കാൾ ഉന്നത നിലവാരത്തിലുള്ളതും ദൈർഘ്യമേറിയതുമാണ്. മരണാനന്തര ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കും, നിത്യമാണ് എന്ന ഈ മനോഹര ആശയത്തോടു കൂടിയാണ് ശ്രീ അരബിന്ദോ ജീവിതവും മരണവും, അതായത് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന ചെറു കവിത ഉപസംഹരിക്കുന്നത്. നിരൂപണപരമായ വിശകലനം, ക്രിട്ടിക്കൽ അനാലിസിസ്. ഇത് തികച്ചും എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, ഏറിയാൽ 80 വർഷം നീണ്ടു നിൽക്കുന്നത്. എന്നാൽ മരണാനന്തര ജീവിതം എന്നത് എണ്ണാൻ കഴിയാത്തത്ര വർഷം നീണ്ടു നിൽക്കുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്. നാം ജീവിതം എന്ന് ഇപ്പോൾ വിളിക്കുന്ന ലൈഫ് മരണാനന്തര ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ വളരെയധികം ചെറുതാണ്. മരണം എന്നത് മനുഷ്യനെ ഈ ജീവിതത്തിൽ നിന്നും നിത്യമായ ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഒന്നായതിനാൽ എന്തിന് നാം ഭയപ്പെടണം? എന്തിന് നാം ചിന്താകുലരാകണം? ഉന്നതമായ ജീവിതം പ്രദാനം ചെയ്യുന്ന മരണത്തെ യഥാർത്ഥത്തിൽ നാം സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയും, എങ്കിൽ ആത്മഹത്യ ചെയ്തുകൂടെ എന്ന്. പാടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഭൗമിക ജീവിത കാലയളവിൻ്റെ പൂർത്തീകരണത്തോടെ മരണം താനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊള്ളും.
നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: മരണത്തെ ഭയപ്പെടാതിരിക്കുക. കള്ളനെ പോലെ കടന്നുവരുന്ന മരണത്തെ ഏത് നിമിഷവും പ്രതീക്ഷിക്കുക. മരണത്തെ മനസ്സിലാക്കുന്നതിനും മരണാനന്തര ജീവിതത്തെ ഉൾക്കൊള്ളുന്നതിനും ആവശ്യമായ ബുദ്ധിവൈഭവം നാം കാണിക്കണം. അരബിന്ദോയുടെ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ. ആദ്യ ഘട്ടം: 7-ാം വയസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് തൻ്റെ സഹോദരന്മാരോടൊത്ത് പഠനത്തിനായി കടന്നുപോയി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ വളരെ ഉയർന്ന മാർക്കോടെ തന്നെ പാസ്സായി. എങ്കിലും ബ്രിട്ടീഷുകാരെ സേവിക്കാൻ ആഗ്രഹമില്ലാത്തതിനാൽ അദ്ദേഹം കുതിരസവാരിയുടെ ടെസ്റ്റിൽ പരാജയപ്പെടുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഫ്രഞ്ച്, ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ അരബിന്ദോ സ്വായത്തമാക്കി. ബറോഡയിലെ മഹാരാജാവിൻ്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹം 1893 ജനുവരി മാസത്തിൽ ബറോഡയിലേക്ക് യാത്രയായി. 2-ാം ഘട്ടം: ബറോഡയിലെ ജീവിതം 13 വർഷം നീണ്ടുനിന്നു. 1893 മുതൽ 1906 വരെ. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിനുള്ള മുന്നൊരുക്കങ്ങളും വളർച്ചയും ഊർജവും പകർന്നത് ഈ കാലഘട്ടമായിരുന്നു. സംസ്കൃതവും ബംഗാളിയും തുടങ്ങി അനേകം ഇന്ത്യൻ ഭാഷകൾ സ്വായത്തമാക്കി. 1901 മൃണാളിനി ബോസിനെ വിവാഹം ചെയ്തു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആദ്യമായി ആത്മീയ സാക്ഷാത്കാരം ലഭിച്ചു. 1902 ലോകമാന്യ തിലകനെ കണ്ട നാൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശ്രീ അരവിന്ദ ഘോഷ് ഏർപ്പെട്ടു തുടങ്ങി. 2 മേഖലകളിലേക്ക് തൻ്റെ ശ്രദ്ധ പതിപ്പിക്കാൻ ആരംഭിച്ചു: രാഷ്ട്രീയവും യോഗയും. 3-ാം ഘട്ടം: കൊൽക്കത്തയിലും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിതീവ്രമായി തന്നെ തുടർന്നു. വന്ദേ മാതരം എന്ന ആനുകാലിക പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഈ പ്രസിദ്ധീകരണത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ നഖശിഖാന്തം എതിർത്തു. 1907 ജനകീയ വിപ്ലവത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും പിന്നീട് സ്വതന്ത്രനായി. 1908 വീണ്ടും വിപ്ലവാത്മക പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പ്രപഞ്ച സംബന്ധമായ വെളിപ്പാടുകൾ ലഭിച്ചത്. 1 വർഷം നീണ്ടുനിന്ന ജയിൽവാസത്തിന് പരിസമാപ്തി കുറിച്ചത് ശക്തനായ വക്കീലും രാഷ്ട്രീയക്കാരനുമായ ചിത്തരഞ്ജൻ ദാസിൻ്റെ കൊടുങ്കാറ്റിന് സമാനമായ കോടതിയിലെ വാദമാണ്. കർമ്മയോഗ്യൻ എന്ന ഇംഗ്ലീഷ് വാരികയും ധർമ്മ എന്ന ബംഗാളി വാരികയും ആരംഭിച്ചു. 4-ാം ഘട്ടം: 1910 അദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് പോയി. 1950 ഡിസംബർ 5 മരിക്കുന്നതുവരെ അവിടെ താമസിച്ചു. 1914 ഓഗസ്റ്റ് 15 ആര്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഈ പ്രസിദ്ധീകരണത്തിലാണ് തൻ്റെ ഒട്ടുമിക്ക കൃതികളുടെയും പൂർണ്ണരൂപം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1920 മിറ റിച്ചാർഡ് അഥവാ മിറ അൽഫാസ എന്ന ഇപ്പോൾ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി തൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു വരികയും അവർ ആശ്രമത്തിനെ വളരെ ക്രമീകൃതമായ ചിട്ടയുള്ള ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. 1926 നവംബർ മാസത്തിൽ നിർണായകമായ ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ചതിനെ തുടർന്ന് ഏകാന്തവാസം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ അനേകം ശിഷ്യഗണങ്ങളുടെ മാർഗനിർദ്ദേശത്തിനായി വർഷത്തിലൊരിക്കൽ ദർശനം നൽകുകയും എഴുത്തിലൂടെ സംവദിക്കുകയും ചെയ്തു. അരബിന്ദോയുടെ ചിന്താഗതിയും കൃതികളും. പൊതുവെ ട്രാൻസെൻഡൻ്റലിസ്റ്റ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്ന ശ്രീ അരബിന്ദോയുടെ വീക്ഷണം എന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ശ്രീ അരബിന്ദോയുടെ വീക്ഷണം മനുഷ്യ ജീവിതം ദൈവികതയിലേക്കുള്ള പരിണാമത്തിലാണ്. മനുഷ്യ ജന്മമെന്നത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമാണ്, അന്തിമമല്ല. ഭൗമിക പരിണാമത്തിൻ്റെ അടുത്ത തലത്തിൽ സാധാരണ മനുഷ്യൻ അത്യപൂർവ ശക്തികളുടെ ഉടമയായ സൂപ്പർമാനായി മാറും. പ്രകൃതിയുടെ ഉദ്ബോധന ശക്തിയിൽ നിന്നും ആന്തരികാത്മാവിൻ്റെ ഇച്ഛയിൽ നിന്നും ഈ കാര്യം അനിവാര്യമാണെന്ന് സുവ്യക്തമാണ്. അരബിന്ദോയുടെ കവിതകളുടെ ആശയങ്ങൾ വിപ്ലവ ഉപാസന മുതൽ ഗൂഢമായ തത്വജ്ഞാനം വരെ നീണ്ടുകിടക്കുന്ന വിശാല തലങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു. നവീനവും ആഴമേറിയതും അന്തർജ്ഞാനപരവുമായ കവിതയുടെ സഹായത്താൽ മാനവജനതയ്ക്ക് അരബിന്ദോ സ്വപ്നം കണ്ട ആത്മീയ ഭാഗധേയത്തിലേക്ക് എത്തിച്ചേരാനാകും. മാനുഷിക സ്വീകാര്യതയ്ക്ക് ഉതകുന്ന തരത്തിൽ സാങ്കല്പികത്തിൽ നിന്നും ആത്മാവെന്ന യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടുന്നതിനും ആത്മാവിൻ്റെ ആനന്ദത്തെയും സൗന്ദര്യത്തെയും പ്രദർശിപ്പിക്കുന്നതിനും കവിതയെന്ന മാധ്യമത്തിന് സാധിക്കും. അരബിന്ദോയുടെ രചനകളെ പുകഴ്ത്തിക്കൊണ്ട് ലണ്ടൻ ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റിലെ 1944 ജൂലൈ 8 പാശ്ചാത്യരുടെ ചുറുചുറുക്കും
പൗരസ്ത്യരുടെ ദീപ്തിയും ഒരുപോലെ കോർത്തിണക്കപ്പെടുന്ന പുതിയ രീതിയുടെ ഉപജ്ഞാതാവാണ് അരബിന്ദോ എന്ന് എഴുതപ്പെടുകയുണ്ടായി. ശ്രീ അരബിന്ദോസ് ഫേമസ് വർക്ക്സ്. അരബിന്ദോയുടെ സുപ്രധാന കൃതികൾ: സോങ്സ് ടു മിർട്ടില്ല 1895, ഊർവശി 1896, ബാജി പ്രഭു 1910, ചിത്രാംഗത 1910, ദ സീക്രട്ട് ഓഫ് ദ വേദ 1920, ലവ് ആൻഡ് ഡെത്ത് 1921, ദ ലൈഫ് ഡിവൈൻ 1939, ദ സിന്തസിസ് ഓഫ് യോഗ 1948, സാവിത്രി 1954, ഇല്യോൺ 1957.